Hello everyone. IGNOU MSc Zoology കോഴ്സിലെ ഒരു പേപ്പറാണ് MZO-002 ജെനറ്റിക്സ് ആൻഡ് ആനിമൽ ബയോടെക്നോളജി. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഈ പേപ്പറിലോട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അതായത് നമ്മുടെ ഈ പേപ്പർ എന്താണ്, ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഈ പേപ്പർ എത്ര ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഓരോ ബ്ലോക്സിലും എത്ര യൂണിറ്റ്സ് ഉണ്ട്, ഓരോ യൂണിറ്റ്സും എന്തിനെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്നൊരു ഒരു ഔട്ട്ലൈൻ തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്. അപ്പൊ നമ്മുടെ പേപ്പർ ജെനറ്റിക്സ് ആൻഡ് ആനിമൽ ബയോടെക്നോളജി ആണ്. ഈ പേപ്പറിൽ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജെനറ്റിക്സിന്റെ ഒറിജിൻ തൊട്ട് ഇപ്പൊ കാണുന്ന ജെനറ്റിക് എഞ്ചിനീയറിംഗ് വരെ എത്തി നിൽക്കുന്ന കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജെനറ്റിക്സ് എന്താന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്കറിയാം ജെനറ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്, എങ്ങനെയാണ് ജീൻസ് അല്ലെങ്കിൽ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ സ്വഭാവം, അത് ക്യാരക്ടർ മാത്രമായിരിക്കില്ല, നമ്മുടെ പേഴ്സണാലിറ്റി ആയിരിക്കാം, അപ്പിയറൻസ് ആയിരിക്കാം, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ നമുക്ക് ട്രേറ്റ് എന്ന് വിളിക്കാം. അപ്പൊ ഈ ട്രേറ്റ് അല്ലെങ്കിൽ ജീൻസ് ഒരു ജനറേഷനിൽ നിന്ന് വേറൊരു ജനറേഷനിലോട്ട് എങ്ങനെ പാസ് ഓൺ ചെയ്യുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു, അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ കോഴ്സ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ട്രേറ്റ്സിന്റെ ഇൻഹെറിറ്റൻസും അതെങ്ങനെ ഒരു ഓർഗാനിസത്തിന്റെ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ കോഴ്സ് ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ ജീൻ ക്ലോണിങ്, സ്ക്രീനിങ്, ഡിസീസ് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജെനറ്റിക് എഞ്ചിനീയറിംഗിന്റെ കൺസെപ്റ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് എന്തൊക്കെയാണ്, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, മെഡിസിനൽ അങ്ങനത്തെ പർപ്പസിൽ അതെങ്ങനെ അപ്ലൈ ചെയ്യാം, അങ്ങനത്തെ ബേസിക് അല്ല, അങ്ങനത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ പേപ്പർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമ്മുടെ ജെനറ്റിക്സ് ആൻഡ് ആനിമൽ ബയോടെക്നോളജി എന്ന് പറഞ്ഞ പേപ്പർ 4 ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ജീൻ ഇൻട്രാക്ഷൻ ആൻഡ് മാപ്പിംഗ്, ബ്ലോക്ക് 2 ജീൻ മ്യൂട്ടേഷൻ, റിപ്പയർ ആൻഡ് എക്സ്പ്രഷൻ, ബ്ലോക്ക് 3 ഹ്യൂമൻ ജീൻസ് ആൻഡ് ഇൻഹെറിറ്റൻസ്, ആൻഡ് ബ്ലോക്ക് 4 ആനിമൽ ബയോടെക്നോളജി ആണ്. അപ്പൊ നമുക്ക് ബ്ലോക്ക് 1 കടക്കാം. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ജീൻ ഇന്ററാക്ഷൻ ആൻഡ് മാപ്പിംഗ്. ഈ ബ്ലോക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ജെനറ്റിക്സിന്റെ ഫണ്ടമെന്റൽസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ മെയിൻ ആയിട്ട് 4 യൂണിറ്റ്സ് ആണ് ഉള്ളത്. യൂണിറ്റ് 1 എന്ന് പറയുന്നത് മെൻഡൽസ് ലോ ആണ്. മെൻഡൽസ് ലോ എന്ന് പറഞ്ഞ യൂണിറ്റ് 19th സെഞ്ചുറിയിൽ ജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എങ്ങനെ ഉണ്ടായി, അതിന്റെ ഒറിജിൻ. അതേപോലെ നമ്മുടെ ഗ്രിഗർ മെന്റൽ ആണ് ഫാദർ ഓഫ് ജെനറ്റിക്സ്. ഗ്രിഗർ മെന്റലിന്റെ ക്ലാസിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ, അതായത് ഗാർഡൻ പീല് അദ്ദേഹം ചെയ്ത മോസ്റ്റ് പൈനിയർ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ഉണ്ട്. മെന്റലിന്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ അല്ലെങ്കിൽ ആ എക്സ്പെരിമെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്, അദ്ദേഹത്തിന്റെ തന്നെ ഡിഫറെന്റ് ലോസ്, ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, അങ്ങനത്തെ ഡിഫറെന്റ് ലോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ ബേസിക് ആയിട്ടുള്ള ട്രൈ ഹൈബ്രിഡ് ക്രോസ് എന്താണ്, അല്ലീലിക് വേരിയേഷൻ, ജീൻ ഫംഗ്ഷൻ, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ യൂണിറ്റ് 1 പറഞ്ഞു പോകുന്നത്. അടുത്ത യൂണിറ്റ് ആണ് ജീൻ ആക്ഷൻ ആൻഡ് ഇന്ററാക്ഷൻ. അപ്പൊ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ച മെന്റേലിയൻ റേഷ്യോസിൽ നിന്ന് കുറെ ഡീവിയേഷൻസ് കണ്ടു റിസർച്ചേഴ്സ്. അങ്ങനെ മെന്റേലിയൻ റേഷ്യോനെ പിന്നീട് മോഡിഫൈ ചെയ്ത് മോഡിഫൈഡ് ആയിട്ടുള്ള മെന്റേലിയൻ റേഷ്യോസ് ഉണ്ടാക്കി. അപ്പൊ മോഡിഫൈഡ് ആയിട്ടുള്ള മെന്റേലിയൻ റേഷ്യോ എന്താണ്, അതിനെ കുറിച്ചാണ് നമ്മുടെ യൂണിറ്റ് 2 പറയുന്നത്. അതേപോലെ പ്ലിയോട്രോഫി എന്താണ്, പ്ലിയോട്രോഫി എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ജീൻ എങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ട്രേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. അതേപോലെ സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് പാറ്റേൺസ്, അതായത് സെക്സ് ക്രോമസോമിൽ ലൊക്കേറ്റ് ചെയ്ത് ഇരിക്കുന്ന ജീൻസ് കാരണം ഉണ്ടാവുന്ന ഇൻഹെറിറ്റൻസ് പാറ്റേൺസ്. ജീൻ എക്സ്പ്രഷൻ എന്താണ്, ജീൻ എക്സ്പ്രഷൻ എങ്ങനെയാണ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ജീൻ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ യൂണിറ്റ് 2 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത യൂണിറ്റ് ആണ് ജീൻ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. യൂണിറ്റ് 3 ആണ്. അതിൽ ജീൻ എന്താണ്, ജീനിന്റെ സ്ട്രക്ചർ, ജീനിന്റെ ഫംഗ്ഷൻ, ടൈപ്പ് ഓഫ് ജീൻസ്, അതേപോലെ എവല്യൂഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ജീൻ. അതായത് ഡിഫറെന്റ് കൺസെപ്റ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ കാലം കഴിയുന്തോറും ഓരോ കൺസെപ്റ്റ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ ഡിഫറെന്റ് കൺസെപ്റ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് മെന്റേലിയൻ കൺസെപ്റ്റ് വന്നിട്ടുണ്ട്, 1 ജീൻ 1 എൻസൈം ഹൈപ്പോത്തസിസ് ഉണ്ട്, ക്ലാസിക്കൽ കൺസെപ്റ്റ് ഉണ്ട്, മോഡേൺ കൺസെപ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് കൺസെപ്റ്റ്സിന്റെ എവല്യൂഷനെ കുറിച്ചാണ് ഈ യൂണിറ്റിൽ പറയുന്നത്. അടുത്തതാണ് യൂണിറ്റ് 4 ലിങ്കേജ്, ക്രോസിംഗ് ഓവർ ആൻഡ് മാപ്പിംഗ് ഇൻ യൂക്കാരിയോട്സ് എന്ന് പറഞ്ഞ യൂണിറ്റ്. ഇതിൽ മെയിൻ ആയിട്ട് എന്താണ് ലിങ്കേജ്, ക്രോസിംഗ് ഓവർ എന്താണ്, മാപ്പിംഗ് എങ്ങനെ ജീൻസിന്റെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാം, ഹ്യൂമൻസിൽ എങ്ങനെ ജീൻ മാപ്പിംഗ് നടത്താം,
ലിങ്കേജ് അനാലിസിസ് യൂസ് ചെയ്തിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 4 പറയുന്നത്. ഈ 4 യൂണിറ്റ്സ് ആണ് മെയിൻ ആയിട്ട് ബ്ലോക്ക് 1 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ബ്ലോക്ക് ആണ് ബ്ലോക്ക് 2 ജീൻ മ്യൂട്ടേഷൻ റിപ്പയർ ആൻഡ് എക്സ്പ്രഷൻ. അപ്പൊ ബ്ലോക്ക് 2 മെയിൻ ആയിട്ട് മ്യൂട്ടേഷൻ എന്താണ്, എന്തൊക്കെ തരം മ്യൂട്ടേഷൻ ഉണ്ട്, മ്യൂട്ടേഷൻ വഴി DNA എന്തൊക്കെ ഡാമേജ് സംഭവിക്കാം, അതെങ്ങനെ റിപ്പയർ ചെയ്യാം, പ്രൊക്കാരിയോട്സിലും യൂക്കാരിയോട്സിലും എങ്ങനെ ജീൻ എക്സ്പ്രഷൻ അതിനെങ്ങനെ റെഗുലേറ്റ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് 2 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് 2 ആദ്യത്തെ യൂണിറ്റ് ആണ് മ്യൂട്ടേഷൻ ആൻഡ് റിപ്പയർ. ആ യൂണിറ്റിൽ മെയിൻ ആയിട്ട് പറയുന്നത് മ്യൂട്ടേഷൻ എന്താണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻസ് എന്തൊക്കെയാണ്, DNA എങ്ങനെ ഡാമേജ് സംഭവിക്കാം, മ്യൂട്ടാജൻസ് കൊണ്ട് എങ്ങനെ DNA ഡാമേജ് സംഭവിക്കാം, അതെങ്ങനെ റിപ്പയർ ചെയ്യാം, അതിന്റെ മെക്കാനിസം, അതേപോലെ ട്രാൻസ്പോസിബിൾ എലമെന്റ്സ്, ജമ്പിങ് ജീൻസ് എന്നും പറയും. ട്രാൻസ്പോസിബിൾ എലമെന്റ്സ് എന്താണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്പോസിബിൾ എലമെന്റ്സ്, ഇങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ യൂണിറ്റ് 5 അടുത്തതാണ് നമ്മുടെ യൂണിറ്റ് 6 ഓർഗനൈസേഷൻ ഓഫ് ജീൻ. അതിൽ പ്രോക്യാരിയോട്സിലും യൂക്കാരിയോട്സിലും ജീൻസ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, അതേപോലെ നോൺ കോഡിംഗ് ജീൻസ്, ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിന്റെ ഒക്കെ റോള്, അതേപോലെ നമ്മുടെ എൻഹാൻസേഴ്സിന്റെയും സൈലൻസേഴ്സിന്റെയും ആക്ഷൻ അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് ആക്ഷൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ എപ്പിജനറ്റിക് മോഡിഫിക്കേഷൻ, DNA മീതൈലേഷൻ, ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഓർഗനൈസേഷൻ ഓഫ് ജീൻ എന്ന് പറയുന്ന യൂണിറ്റ് 6 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് 7 ജീൻ റെഗുലേഷൻ ഇൻ പ്രോക്കാരിയോട്സ് ആണ്. അതായത് പ്രോക്കാരിയോട്സിൽ കാണുന്ന ജീൻ റെഗുലേഷനെ കുറിച്ച് പറയുന്നു, അതിനെങ്ങനെ റെഗുലേറ്റ് ചെയ്യാം, അതേപോലെ നമ്മുടെ ലാക്ക് ആൻഡ് TRP ഓപ്പറോൺസ് ഓഫ് ഈക്കോളയിലുള്ള TRP ആൻഡ് ലാക്ക് ഓപ്പറോൺസിന്റെ ജീൻ ആക്ടിവിറ്റി, അതിന്റെ റെഗുലേഷനെ കുറിച്ചൊക്കെയാണ് ജീൻ റെഗുലേഷൻ ഇൻ പ്രോക്കാരിയോട്സ് എന്ന് പറഞ്ഞ യൂണിറ്റ് 7 പറഞ്ഞു പോകുന്നത്. അടുത്ത യൂണിറ്റ് ആണ് യൂണിറ്റ് 8 ജീൻ റെഗുലേഷൻ ഇൻ യൂക്കാരിയോട്സ്. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പഠിച്ചത് പ്രോക്കാരിയോട്സിലുള്ള ജീൻ റെഗുലേഷൻ ആണ്. ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് യൂക്കാരിയോട്സിലുള്ള ജീൻ റെഗുലേഷൻ, അതേപോലെ ട്രാൻസ്ക്രിപ്ഷൻ ലെവലിലും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ ലെവലിലും ജീൻ റെഗുലേഷൻ എങ്ങനെ നടക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 8 പറയുന്നത്. അടുത്തത് നമ്മുടെ ബ്ലോക്ക് 3 ആണ്, ഹ്യൂമൻ ജീൻസ് ആൻഡ് ഇൻഹെറിറ്റൻസ് ആണ് ബ്ലോക്ക് 3. അതിൽ മെയിൻ ആയിട്ട് സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് പാറ്റേൺസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് ആണ്, യൂണിറ്റ് 9. അതിൽ സെക്സ് ഡിറ്റർമിനേഷൻ എന്താണ്, സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ നമ്മുടെ സി എലഗൻസ്, അതേപോലെ പ്ലാസന്റൽ മാമൽസ്, ഡ്രോസോഫിലയിലുള്ള സെക്സ് ഡിറ്റർമിനേഷൻ, പിന്നെ ഡോസേജ് പ്രോബ്ലം എന്താണ്, ഡോസേജ് കോമ്പൻസേഷൻ എന്താണ്, അതിന്റെ മെക്കാനിസം, അതേപോലെ ഡ്രോസോഫിലയിലും ഹ്യൂമൻ ബീങ്സിലും കാണുന്ന ഡോസേജ് കോമ്പൻസേഷനെ കുറിച്ചൊക്കെയാണ് സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ യൂണിറ്റ് 9 പറഞ്ഞു പോകുന്നത്. യൂണിറ്റ് 10 എന്ന് പറയുന്നത് ഹ്യൂമൻ ജെനറ്റിക്സ് ആൻഡ് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്. അപ്പൊ ഹ്യൂമൻ ജെനറ്റിക്സ് ആൻഡ് ക്രോമസോം അബ്നോർമാലിറ്റീസ് എന്ന് പറഞ്ഞ യൂണിറ്റിൽ മെയിൻ ആയിട്ട് പറയുന്നത് സൈറ്റോജെനറ്റിക് ടെക്നിക്സ്, ക്രോമസോം അനോമാലീസ്, ഡിസീസസ് ഒക്കെയാണ്. അതായത് സൈറ്റോജെനറ്റിക് ടെക്നിക് എന്ന് പറയുന്നത് കാരിയോ ടൈപ്പിംഗ്, അതേപോലെ ബാൻഡിങ്, Q ബാൻഡിങ്, G ബാൻഡിങ്, R ബാൻഡിങ്, C ബാൻഡിങ് എന്നൊക്കെ പറഞ്ഞ കുറെ ബാൻഡിങ്, ക്രോമസോം ബാൻഡിങ് ടെക്നിക്സ് ഉണ്ട്. ആ ബാൻഡിങ്സ് എന്തൊക്കെയാണ്, പിന്നെന്താണ് നമ്മുടെ ഫ്ലൂറസെന്റ് ഇൻസിറ്റു ഹൈബ്രിഡൈസേഷൻ, ക്രോമസോമൽ മൈക്രോ അറേ അനാലിസിസ്, ഇങ്ങനത്തെ കുറെ സൈറ്റോജെനറ്റിക് ടെക്നിക്സുകളെ കുറിച്ച് നമുക്ക് ഇതിൽ പഠിക്കാൻ പറ്റും. അതേപോലെ ക്രോമസോം അനോമാലീസ്, അതായത് ചേഞ്ച് ഇൻ ക്രോമസോം നമ്പർ, ചേഞ്ച് ഇൻ ക്രോമസോം സ്ട്രക്ചർ, അങ്ങനെ ക്രോമസോമിൽ വരുന്ന ചേഞ്ചസ് കൊണ്ട് ഉണ്ടാവുന്ന ഡിസീസസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 10 പഠിക്കുന്നത്. അടുത്ത യൂണിറ്റ് ആണ് ജെനറ്റിക് അനാലിസിസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ട്രേറ്റ് എന്ന് പറഞ്ഞ യൂണിറ്റ്. ഇതിലെ ട്രഷോൾഡ് ട്രേറ്റ് എന്താണ്, കോംപ്ലക്സ് ട്രേറ്റ് എന്താണ്, അതിനെക്കുറിച്ചുള്ള കൺസെപ്റ്റ്സ്. കോംപ്ലക്സ് ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ഫോളോ ചെയ്യാത്ത ട്രേറ്റുകളാണ്. അങ്ങനത്തെ ട്രേറ്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ കൺസെപ്റ്റ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എക്സ്പെരിമെന്റ്സ് എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എന്താണ്, ക്വാളിറ്റേറ്റീവ് ട്രേറ്റ്സ് എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, ഇങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മുടെ യൂണിറ്റ് 11 കവർ ചെയ്യുന്നത്. അടുത്ത ബ്ലോക്കിലോട്ട് പോവാം. അടുത്ത ബ്ലോക്ക് 4 ആനിമൽ ബയോടെക്നോളജി ആണ്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ജെനറ്റിക് എഞ്ചിനീയറിംഗ്, അങ്ങനത്തെ ക്ലോണിംഗ്, പിന്നെ ടിഷ്യൂ എഞ്ചിനീയറിംഗ്, ജീൻ തെറാപ്പി, ഇങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബ്ലോക്ക് 4 വരുന്നത്. ബ്ലോക്ക് 4 ആദ്യത്തെ യൂണിറ്റ് ആണ് ജീൻ ക്ലോണിംഗ് 1 എന്ന് പറയുന്ന യൂണിറ്റ് 12. ഇതിൽ മെയിൻ ആയിട്ട് ജീൻ ക്ലോണിംഗ് എന്താണ്, ജീൻ ക്ലോണിംഗിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്തൊക്കെയാണ്, അതേപോലെ DNA മാനിപ്പുലേഷൻ എൻസൈം, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം, DNA പോളിമറൈസസ്, ന്യൂക്ലിയേസസ്, അതേപോലെ ഇങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള DNA മാനിപ്പുലേഷൻ എൻസൈംസ് എന്തൊക്കെയാണ്, എന്താണ് വെക്ടർ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് ഒക്കെയാണ് നമ്മുടെ യൂണിറ്റ് 12 പറയുന്നത്.
അടുത്ത യൂണിറ്റ് ആണ് യൂണിറ്റ് 13 ജീൻ ക്ലോണിംഗ് 2. അതിലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലൈബ്രറീസ്, നമ്മുടെ DNA cDNA ലൈബ്രറി ഉണ്ട്, ജീനോമിക് ലൈബ്രറി ഉണ്ട്. ഈ ലൈബ്രറീസ് ഒക്കെ എന്താണ്, ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഈ ലൈബ്രറീസ് എങ്ങനെ സ്ക്രീൻ ചെയ്യാം, cDNA ലൈബ്രറിയുടെ പൊസിഷണൽ ക്ലോണിംഗ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മുടെ യൂണിറ്റ് 13 പറയുന്നുണ്ട്. ഇനി യൂണിറ്റ് 14 ആണ് സ്ക്രീനിങ് ഓഫ് ക്ലോൺസ് പ്രിൻസിപ്പിൾ ആൻഡ് ആപ്ലിക്കേഷൻസ്. അപ്പൊ ഈ യൂണിറ്റിൽ മെയിൻ ആയിട്ട് എന്താണ്, ഹൈബ്രിഡൈസേഷൻ, ഡിഫറെന്റ് ഹൈബ്രിഡൈസേഷൻ ടെക്നിക്സ്, പ്ലാക്ക് ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, കോളനി ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, അതേപോലെ ഡിഫറെന്റ് ബ്ലോട്ടിംഗ് ടെക്നിക്സ്. ബ്ലോട്ടിംഗ് എന്താണ്, നോർത്തേൺ ബ്ലോട്ടിംഗ്, സദേൺ ബ്ലോട്ടിംഗ്, വെസ്റ്റേൺ ബ്ലോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മുടെ യൂണിറ്റ് 14 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത യൂണിറ്റ് ആണ് നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിംഗ് 1. ജനറ്റിക് എഞ്ചിനീയറിംഗിൽ മെയിൻ ആയിട്ട് നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിംഗിലെ ഫണ്ടമെന്റൽസിനെ കുറിച്ചാണ് പറയുന്നത്. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് എന്തൊക്കെയാണ്, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ ട്രാൻസ്ജനിക് ആയിട്ട് ഉണ്ടാക്കിയ ഓർഗാനിസംസ്, ട്രാൻസ്ജനിക് ആയിട്ടുള്ള പ്ലാന്റ്സ്, ആനിമൽസ്, ലൈഫ് സ്റ്റോക്ക്, പോൾട്രി, പിഗ്, ഫിഷ്, ഇങ്ങനത്തെ ട്രാൻസ്ജനിക് ആയിട്ടുള്ള ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ യൂണിറ്റ് 15 നമുക്ക് തരുന്നുണ്ട്. അടുത്ത യൂണിറ്റ് ആണ് യൂണിറ്റ് 16 ജനറ്റിക് എഞ്ചിനീയറിംഗ് 2. ഇതിലെ നോക്കൌട്ട് മെക്കാനിസംസ് എന്തൊക്കെയാണ്, എന്താണ് ജീൻ നോക്കൌട്ട്, അതേപോലെ RNA ഇന്റർഫെറൻസ് വഴി എങ്ങനെ ജീൻ നോക്കൌട്ട് നടത്താം, പിന്നെന്താ മ്യൂട്ടാജെനീസിസ് ടെക്നിക്, സെൽഫ് ഡിറക്റ്റഡ് മ്യൂട്ടാജെനീസിസ്, ഓളിഗോന്യൂക്ലിയോടൈഡ് ഡിറക്റ്റഡ്, അതേപോലെ PCR ബേസ്ഡ് സൈഡ് ഡയറക്റ്റഡ് മ്യൂട്ടാജെനീസിസ്, അങ്ങനെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മ്യൂട്ടാജെനീസിസ് പറയുന്നു. ക്രിസ്പർ Cas9 എന്ന് പറഞ്ഞ ജീനോം എഡിറ്റിംഗ് ടെക്നിക്കിനെ കുറിച്ച് പറയുന്നു, അതിന്റെ അപ്ലിക്കേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിന്റെ എത്തിക്കൽ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ യൂണിറ്റ് 16 പറഞ്ഞു പോകുന്നുണ്ട്. അടുത്ത യൂണിറ്റ് ആണ് യൂണിറ്റ് 17 ജീൻ തെറാപ്പി ആൻഡ് ടിഷ്യൂ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ യൂണിറ്റ് 17 നമ്മുടെ ജീൻ തെറാപ്പിയുടെ കൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ജീൻ തെറാപ്പി എന്താണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജീൻ തെറാപ്പീസ്, ജീൻ തെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന വെക്ടേഴ്സ് എന്തൊക്കെയാണ്, ജീൻ തെറാപ്പിയുടെ ആപ്ലിക്കേഷൻസ്, അതിന്റെ എത്തിക്കൽ ഇഷ്യൂസ്, പിന്നെ ടിഷ്യൂ എഞ്ചിനീയറിംഗ് എന്താണ്, ടിഷ്യൂ എഞ്ചിനീയറിംഗിന്റെ കീ കോമ്പോണൻസ്, അതേപോലെ ടിഷ്യൂ എഞ്ചിനീയറിംഗ് ടെക്നിക്കിന്റെ ആപ്ലിക്കേഷൻസ്, അതായത് നമ്മുടെ ടിഷ്യൂ എഞ്ചിനീയറിംഗ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ ചലഞ്ചസ്, ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ടെക്നിക്സ്, ജനറ്റിക് എഞ്ചിനീയറിംഗിലെ കുറച്ച് കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടോട്ടൽ യൂണിറ്റ് 17 ആണ്. ടോട്ടൽ 17 യൂണിറ്റ്സ് ആണ് നമ്മുടെ ജെനറ്റിക്സ് ആൻഡ് ആനിമൽ ബയോടെക്നോളജി എന്ന് പറഞ്ഞ നമ്മുടെ പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇൻട്രൊഡക്ഷൻ ക്ലാസ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പേപ്പറിനെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ തരാനുള്ളത്. താങ്ക് യു.